എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് മാത്രം കണ്ടിരുന്ന ആൾക്കാർക്ക് വേൾഡ് സിനിമയെ പറ്റി കൂടുതൽ അറിയാനും ആർട്ടിനെ പറ്റി നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ചാണ്. പലരും പല മേക്കേഴ്സും പല രീതിയിലാണ് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ മേക്കറിൻ്റെയും അവരുടെ രീതിക്കനുസരിച്ച് അവരുടെ ലാംഗ്വേജിനനുസരിച്ച് അവരുടെ കൾച്ചറിനനുസരിച്ച് സിനിമ ഉണ്ടാക്കുമ്പോൾ അത് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവൽ മാത്രമാണ്, ഫിലിം ഫെസ്റ്റിവൽ മാത്രമാണ്. അതിലും പെർട്ടിക്കുലർലി എനിക്കൊന്നു കേരള ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളിപ്പം മലയാളം സിനിമ എന്ന് പറയുന്നത് കൊടികെട്ടി വാണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുക, നമ്മുടെ സിനിമ പുറത്തുള്ള ആൾക്കാർ കാണുക, അവരുടെ സിനിമ നമ്മൾ കാണുക, ഇറ്റ്സ് ലൈക്ക് കൾച്ചറൽ അമാൽഗമേഷനാണ് ഇവിടെ ബേസിക്കലി നടക്കുന്നത്. സോ ഐം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത്തവണത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനും ഫീമെയിൽ ആർട്ടിസ്റ്റിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് 2024 IFFK പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയുക ഈക്വൽ സ്പേസും അവരുടെ ടാലൻറ്റ് അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള സിനിമ കാണാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. യെസ് വലിയ സിനിമ വിശേഷം. ഇപ്പോൾ ബ്രൊമാൻസ് എന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. അടുത്തൊരു തമിഴ് സിനിമയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സർ, അജോയ് സർ, പ്രേംകുമാർ സർ, ഗോൾഡ സിദ്ധർ മാം, വിജയകുമാർ സർ, KG മോഹൻകുമാർ സർ, പ്രകാശ് ശ്രീധർ സർ, ശ്രീമതി കുക്കു പരമേശ്വരി, ഷാജി സർ, മൻവാർ സർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രമുഖർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയ ഫ്രണ്ട്സ്, സിനിമാ പ്രേമികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 29th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എൻ്റെ ആദ്യത്തെ IFFK പാർട്ടിസിപ്പേഷനാണിത്. ഞാൻ TV-യിലും ഫോണിലും ഒക്കെ ഇതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിങ്ങനെ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞ പോലെ ക്യാമറ കാണുമ്പോൾ ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് ക്യാമറ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു സ്റ്റേജ്, ഇത്രയും പ്രമുഖരുടെ മുന്നിൽ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് ഇത്തവണത്തെ IFFK 2024 ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് അറിഞ്ഞു. അതിൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഒരുപാട് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും ഒരുപാട് എന്താ പറയുക ലിസ്റ്റിലും അങ്ങനെയാണെങ്കിലും തന്നെ ഇത്തവണത്തെ IFFK ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ ഇഷ്ടപ്പെടുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ എക്സ്പ്ലോർ ചെയ്യാനും ആർട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 13-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനും തീർച്ചയായും സിനിമ വന്ന് കണ്ട് വേൾഡ് ഓഫ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ചലച്ചിത്ര അക്കാദമിക്കും ഭാരവാഹികൾക്കും നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇനി 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള കൂടുതൽ ഭിന്നശേഷി സൗഹൃദം പിന്നെ IFFKയുടെ ഡെലിഗേറ്റ് സെല്ലിൻ്റെ ലോഞ്ചാണ് ഇവിടെ കഴിഞ്ഞത്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് IFFK. ഒരുപാട് ആഗ്രഹിച്ചതാണ് പാർട്ടിസിപ്പേറ്റ്